നമസ്കാരം എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം ഈ ലോകത്തിന്റെ ഏതോ ഒരു കോണിലിരുന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ചിന്തകൾ കടന്നുപോകുന്നുണ്ടാകാം. ലക്ഷക്കണക്കിന് വീഡിയോകൾ ഓരോ നിമിഷവും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യപ്പെടുമ്പോൾ അതിൽ നിന്നു കൃത്യമായി ഈ വീഡിയോ തന്നെ നിങ്ങളുടെ മുന്നിലെത്തിയത് വെറുമൊരു യാദൃശ്ചികതയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമല്ല, ഇതൊരു വലിയ നിമിത്തമാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകാൻ സാക്ഷാൽ ഗുരുവായൂരപ്പൻ കണ്ടെത്തിയ ഒരു വഴിയാണിത്. മനസ്തളർന്ന് എങ്ങോട്ടെന്നില്ലാതെ ഉഴലുന്ന നിമിഷങ്ങളിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ആ കണ്ണനെ വിളിച്ച് വിതുമ്പിയിട്ടുണ്ടോ? ഭഗവാനെ, എന്റെ കുട്ടികൾക്ക് ഒരു നല്ല കാലം വരില്ലേ എന്ന് ചോദിച്ച് നെഞ്ചുരുകി പ്രാർത്ഥിക്കുന്ന ഒരമ്മയാണോ നിങ്ങൾ? എങ്കിൽ ഉറപ്പിച്ചു വിശ്വസിക്കുക, നിങ്ങളുടെ ആ ചോദ്യത്തിനുള്ള മറുപടിയുമായിട്ടാണ് ഭഗവാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ശാന്തമായി ഒരിടത്തിരുന്ന് ഇത് പൂർണ്ണമായും കേൾക്കുക. പലപ്പോഴും നമ്മൾ വിചാരിക്കും ദൈവം നമ്മളെ മറന്നുപോയെന്ന്. എന്നാൽ ഒരു അമ്മ തന്റെ കുഞ്ഞിനെ എപ്പോഴും നോക്കുന്നത് പോലെ ആ പൊന്നുണ്ണിക്കണ്ണൻ നിങ്ങളെ ഓരോ നിമിഷവും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ സങ്കടക്കടൽ കടക്കാൻ ഭഗവാൻ ഒരു തോണിയുമായി വന്നിരിക്കുന്നു. ഈ വീഡിയോ അവസാനിക്കുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിലെ ആ വലിയ ഭാരം ഇറക്കി വയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഭാഗ്യവും ഐശ്വര്യവും വന്നുചേരുന്നത് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരു സെക്കൻഡ് പോലും കളയാതെ ഭഗവാനിൽ പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് ഈ വാക്കുകൾക്ക് കാതോർക്കുക. ഒരു അമ്മയുടെ മനസ്സ്, അത് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ്. മക്കൾക്ക് ഒരു ചെറിയ പനി വന്നാൽ പോലും ഉറക്കം നഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ. സ്വന്തം വിശപ്പും ദാഹവും മറന്ന് അവർക്ക് വേണ്ടി രാപ്പകൽ കഷ്ടപ്പെടുന്ന പാവം അമ്മമാർ. മക്കൾക്ക് നല്ലൊരു ജോലി കിട്ടാൻ, അവരുടെ വിവാഹം ഭംഗിയായി നടക്കാൻ, അല്ലെങ്കിൽ അവർ തെറ്റായ കൂട്ടുകെട്ടുകളിൽ പെട്ടുപോകാതിരിക്കാൻ നിങ്ങൾ എത്രയോ നേർച്ചകൾ നേർന്നിട്ടുണ്ട്. എത്രയോ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ കഴിച്ചിട്ടുണ്ട്. വീട്ടിലെ ദാരിദ്ര്യവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മക്കൾ അറിയരുത് എന്ന് കരുതി പലപ്പോഴും നിങ്ങൾ വിശപ്പടക്കി ചിരിച്ചിട്ടില്ലേ? കീറിയ സാരി ഉടുത്തും പുതിയ വസ്ത്രങ്ങൾ വാങ്ങാതെയും ആ പണം മക്കളുടെ പഠനത്തിനായി മാറ്റിവെക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്റെ മക്കൾ പഠിച്ചു വലിയ നിലയിലെത്തിയാൽ എന്റെ എല്ലാ കഷ്ടപ്പാടുകളും തീരുമെന്ന് നിങ്ങൾ ഓരോ രാത്രിയും സ്വപ്നം കണ്ടിരുന്നു. എന്നാൽ ചിലപ്പോൾ കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കാതെ വരുമ്പോൾ, മക്കൾക്ക് അർഹമായ ജോലി ലഭിക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ വിവാഹാലോചനകൾ ഓരോന്നായി മുടങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഭയം വരുന്നുണ്ടാകാം. ചുറ്റുമുള്ളവരുടെ പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും കേട്ട് നിങ്ങൾ എത്രയോ വട്ടം തളർന്നു പോയിട്ടുണ്ട്. എനിക്ക് മാത്രം എന്താ ഭഗവാനെ ഇത്ര പരീക്ഷണങ്ങൾ? ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ എന്ന് പൂജാമുറിയിലെ ആ വിളക്കിന് മുന്നിലിരുന്ന് നിങ്ങൾ എത്ര വട്ടം വിതുമ്പിയിട്ടുണ്ട്. ഉറക്കമില്ലാത്ത രാത്രികളിൽ തലയിണയിൽ മുഖമമർത്തി നിങ്ങൾ ഒഴുക്കിയ ഓരോ തുള്ളി കണ്ണീരും ആ ഗുരുവായൂരപ്പൻ കണ്ടിട്ടുണ്ട്. ആരും കേൾക്കാത്ത നിങ്ങളുടെ നിശബ്ദമായ നിലവിളികൾ ആ ഉണ്ണിക്കണ്ണൻ കേട്ടിട്ടുണ്ട്. ഭയപ്പെടേണ്ട, ആ കണ്ണീരിനെല്ലാം ഫലം കാണുന്ന സമയം അടുത്തുകഴിഞ്ഞു. വിശ്വാസമുണ്ടെങ്കിൽ വിധി പോലും മാറും എന്നതിന് തെളിവാണ് ഗുരുവായൂർ നടയിൽ നടന്ന ഈ സത്യക. വർഷങ്ങൾക്ക് മുൻപ് ദൂരെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു അമ്മ തന്റെ ഏക മകനുമായി ഗുരുവായൂരിലെത്തി. കളിച്ചു ചിരിച്ചു നടക്കേണ്ട പ്രായത്തിൽ പെട്ടെന്നൊരു അസുഖം വന്ന് ആ മകന്റെ രണ്ടു കാലുകളും തളർന്നുപോയിരുന്നു. പോകാവുന്ന ആശുപത്രികളിലൊക്കെ ആ അമ്മ അവനെ കൊണ്ടുപോയി. ഉള്ള കിടപ്പാടം വരെ പണയം വെച്ച് ചികിത്സിച്ചു. ഒടുവിൽ കൈമലർത്തിക്കൊണ്ട് ഡോക്ടർമാർ പറഞ്ഞു, ഇനി ഇവൻ ഒരിക്കലും സ്വന്തം കാലിൽ നടക്കില്ല, വെറുതെ പണം കളയേണ്ട എന്ന്. ആ വാക്കുകൾ കേട്ടപ്പോൾ ആ അമ്മയുടെ നെഞ്ചാണ് പൊട്ടിയത്. ഏത് അമ്മയ്ക്കാണ് സ്വന്തം കുഞ്ഞ് കിടക്കപ്പായിൽ ഒരു ജീവച്ഛവമായി കിടക്കുന്നത് കണ്ടു നിൽക്കാനാകുക? എന്നാൽ ആ അമ്മയുടെ ഉള്ളിൽ ഒരു വലിയ വിശ്വാസമുണ്ടായിരുന്നു. തന്റെ ഗുരുവായൂരപ്പൻ, ആ ആപത്ബാന്ധവൻ തങ്ങളെ കൈവിടില്ലെന്ന്. കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ നാണയത്തുട്ടുകളും കൂട്ടി അവർ ഭഗവാന്റെ സന്നിധിയിൽ വണ്ടിയിറങ്ങി. നടക്കാൻ വയ്യാത്ത മകനെയും ചുമലിലേറ്റി ആ അമ്മ കിഴക്കേ നടയിലൂടെ അകത്തേക്ക് കയറി. സ്വന്തം ശരീരം തളരുന്നുണ്ടായിരുന്നെങ്കിലും ഭഗവാനെ കണ്ട നിമിഷം ആ അമ്മ തന്റെ സങ്കടങ്ങൾ എല്ലാം മറന്നു. ഓരോ ദിവസവും ആ മകനെ താങ്ങിപ്പിടിച്ച് അവർ ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം വെച്ചു. ചുട്ടുപൊള്ളുന്ന കരിങ്കല്ലിലൂടെ കാലുകൾ പൊട്ടി ചോരയൊലിച്ചിട്ടും അവർ പ്രദക്ഷിണം നിർത്തിയില്ല. ചുറ്റുമുള്ളവർ അവരെ നോക്കി പരിഹസിച്ചു. നടക്കാൻ കഴിയാത്ത കുട്ടിയെ എന്തിനാ ഇങ്ങനെ വലിച്ചിഴച്ചു കഷ്ടപ്പെടുത്തുന്നത്? ഈ അമ്മയ്ക്ക് വട്ടാണോ എന്ന് പലരും ചോദിച്ചു. പക്ഷേ ആ അമ്മ ആരെയും ശ്രദ്ധിച്ചില്ല. അവരുടെ കണ്ണുകൾ ആ ശ്രീകോവിലേക്ക് മാത്രമായിരുന്നു. ആ അമ്മ വിങ്ങുന്ന ഹൃദയത്തോടെ കണ്ണനോട് പ്രാർത്ഥിച്ചു, എന്റെ കണ്ണ, ഇവൻ നിന്റെ കുട്ടിയാണ്. നാളെ ഞാൻ കണ്ണടച്ചാൽ ഇവൻ ഈ ഭൂമിയിൽ ആരുമില്ല ഭഗവാനെ.
നീ ഇവനെ എനിക്ക് തിരിച്ചു തന്നാലും ഇല്ലെങ്കിലും ഞാൻ നിന്നെ പഴിക്കില്ല. പക്ഷേ എന്റെ കുഞ്ഞ് അനുഭവിക്കുന്ന ഈ വേദന മറ്റുള്ളവരുടെ മുന്നിൽ അവൻ അപമാനിക്കപ്പെടുന്നത് എനിക്ക് സഹിക്കാൻ വയ്യ. എന്റെ ജീവൻ എടുത്തിട്ടാണെങ്കിലും നീ കനിയണം ഭഗവാനെ. രാപ്പകൽ ഇല്ലാതെ ദിവസങ്ങളോളം ആ അമ്മ അവിടെ ഭജനമിരുന്നു. ഒടുവിൽ തളർന്നുറങ്ങിപ്പോയ ഒരു രാത്രിയിൽ അവർ ഒരു സ്വപ്നം കണ്ടു. ചുറ്റും കനത്ത മഞ്ഞും ചന്ദനത്തിന്റെയും തുളസിയുടെയും സുഗന്ധവും നിറയുന്നു. പെട്ടെന്ന് ദൂരെ നിന്നൊരു ഓടക്കുഴൽ നാദം കേട്ടു. മെയിൽപീലി ചൂടിയ മഞ്ഞപ്പട്ടുടുത്ത ഒരു കൊച്ചു ബാലൻ പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വരുന്നു. ആ ഉണ്ണിക്കണ്ണൻ തന്റെ കുഞ്ഞിക്കൈകൾ കൊണ്ട് ആ മകന്റെ തളർന്ന കാലുകളിൽ പതുക്കെ തലോടി അനുഗ്രഹിച്ചു. എന്നിട്ട് അവന്റെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. ആ അമ്മ സന്തോഷം കൊണ്ട് കരഞ്ഞുകൊണ്ടാണ് ആ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നത്. പിറ്റേന്ന് പുലർച്ചെ നിർമാല്യം തൊഴാൻ സമയമായി. ശംഖനാദവും മണിയൊച്ചകളും മുഴങ്ങുന്ന സമയം ആ അമ്മ പതിവ് പോലെ മകനെ താങ്ങിപ്പിടിക്കാൻ ചെന്നപ്പോൾ കണ്ടത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന രോമാഞ്ചം കൊള്ളിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. വർഷങ്ങളായി താൻ താങ്ങിപ്പിടിച്ചിരുന്ന തന്റെ പൊന്നോമൻ പുത്രൻ ആരുടെയും സഹായമില്ലാതെ സ്വന്തം കാലിൽ മെല്ലെ മെല്ലെ നടന്നുവരുന്നു. ആ അമ്മയ്ക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അവർ ഉറക്കെ കരഞ്ഞുകൊണ്ട് ഭഗവാന്റെ പൊന്നമ്പൽ നടയിൽ സാഷ്ടാംഗം വീണു നമസ്കരിച്ചു. ആ അമ്മയുടെ അചഞ്ചലമായ വിശ്വാസത്തിന് മുന്നിൽ വിധി പോലും തോറ്റുപോയ നിമിഷമായിരുന്നു അത്. ഇതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതവും. ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ നിറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലും ആ ഭക്തിയുണ്ട്. നിങ്ങൾ ഇപ്പോൾ കടന്നുപോകുന്നത് കഠിനമായ അഗ്നിപരീക്ഷകളിലൂടെയായിരിക്കാം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മക്കളുടെ ഭാവിയോർത്തുള്ള ആശങ്കകൾ എല്ലാം നിങ്ങളെ തളർത്തുന്നുണ്ടാകാം. പക്ഷേ ഓർക്കുക, സ്വർണത്തെ തീയിൽ ഉരുക്കി ശുദ്ധി വരുത്തുന്നത് പോലെ ഭഗവാൻ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കരുത്തരാക്കുകയാണ്. ആ അമ്മയുടെ കണ്ണീർ കണ്ട ഭഗവാൻ നിങ്ങളുടെ കണ്ണീരും കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ ഓരോന്നായി മാറാൻ പോവുകയാണ്. വിഷമിക്കേണ്ട എന്റെ പ്രിയപ്പെട്ട അമ്മമാരെ. കാലങ്ങളായി നിങ്ങൾ അനുഭവിച്ച സങ്കടങ്ങൾക്കും മാനസിക ബുദ്ധിമുട്ടുകൾക്കും ഇതാ ഒരു അറുതി വരാൻ പോകുന്നു. നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ ഓരോന്നായി മഞ്ഞുകട്ട പോലെ ഉരുകി മാറാൻ പോകുകയാണ്. ഇനി വരാൻ പോകുന്നത് കണ്ണീരിന്റെ കാലമല്ല, മറിച്ച് ഐശ്വര്യത്തിന്റെ പ്രകാശമുള്ള നാളുകളാണ്. നിങ്ങൾ എത്രയോ നാളുകളായി ഈ ഒരു മാറ്റത്തിനായി കാത്തിരിക്കുന്നു. ഒരുപാട് കേണപേക്ഷിച്ചിട്ടും ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് കരുതി നിരാശപ്പെട്ടിരുന്ന നിങ്ങളുടെ ആ കാത്തിരിപ്പിന് ഭഗവാൻ ഇന്ന് വിരാമമിടുകയാണ്. രാവും പകലും കഷ്ടപ്പെട്ട് സ്വന്തം ആഗ്രഹങ്ങൾ മുഴുവൻ മാറ്റിവെച്ച് നിങ്ങൾ പഠിപ്പിച്ച നിങ്ങളുടെ മക്കൾ അവർക്ക് അർഹതപ്പെട്ട ജോലി കിട്ടാതെ വരുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന നിരാശ കണ്ട് നിങ്ങളുടെ നെഞ്ചല്ലേ പിടഞ്ഞത്. ഇനി ആ വിഷമം വേണ്ട. അവരുടെ ജോലി സംബന്ധമായ എല്ലാ തടസ്സങ്ങളും ഭഗവാൻ നീക്കാൻ പോകുന്നു. അവർ ആഗ്രഹിച്ചതിനേക്കാൾ വലിയൊരു വിജയം അവരെ തേടിയെത്തും. അതുപോലെ ഏറെ നാളായി നിങ്ങൾ ആഗ്രഹിക്കുന്ന, പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോയ ആ വിവാഹാലോചനകൾ അതിഗംഭീരമായി മംഗളമായി നടക്കാൻ പോകുന്നു. നല്ലൊരു കുടുംബത്തിൽ നിന്ന് നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യരായ ജീവിത പങ്കാളിയെ തന്നെ ഗുരുവായൂരപ്പൻ തിരഞ്ഞെടുത്തു നൽകും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണവും വലിയ കടബാധ്യതകൾ കാരണവും നിങ്ങളുടെ വീടിനുള്ളിൽ ഉണ്ടായിരുന്ന അനാവശ്യമായ വഴക്കുകളും അസ്വസ്ഥതകളും മാറി എന്നേക്കുമായി സമാധാനം വരാൻ പോകുന്നു. സന്ധ്യയ്ക്ക് വിളക്കുവെക്കുമ്പോൾ മനസ്സമാധാനത്തോടെ നാമം ജപിക്കാൻ കഴിയുന്ന, ചിരിയും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്ന ഒരു വീടായി നിങ്ങളുടെ ഭവനം മാറാൻ പോകുന്നു. ഇനി നിങ്ങൾക്ക് ആരും സഹായത്തിനില്ല എന്ന് തോന്നുന്ന ഇടത്ത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ നിങ്ങളുടെയും മക്കളുടെയും കൈപിടിച്ച് കൂടെയുണ്ടാകും. ഇനി നിങ്ങൾ സങ്കടപ്പെടാനുള്ള സമയമല്ല, സന്തോഷിക്കാനുള്ള സമയമാണ്. മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിച്ചു നിന്നവർക്ക് മുന്നിൽ നിങ്ങളുടെ മക്കളുടെ വലിയ ഉയർച്ച കണ്ട് നിങ്ങൾ അഭിമാനത്തോടെ ആനന്ദക്കണ്ണീർ ഒഴുക്കുന്ന ദിവസങ്ങൾ അടുത്തുകഴിഞ്ഞു. ഇത് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്ന വെറുമൊരു വാക്കല്ല. സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്റെ കാരുണ്യം മുഴുവൻ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ചൊരിയുകയാണ്. ഈ വീഡിയോ ഇപ്പോൾ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ഭാരമെല്ലാം ഇറക്കിവെച്ചതുപോലെ ഒരു വലിയ ശാന്തത നിങ്ങളെ പൊതിയുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ആ വലിയ ആശ്വാസം ഭഗവാൻ തന്റെ സാന്നിധ്യം കൊണ്ട് നിങ്ങൾക്ക് നൽകുന്നതാണ്. എല്ലാം ശരിയാകും എന്ന പ്രതീക്ഷയുടെ വെളിച്ചമാണ് ആ ശാന്തത. ഈ വലിയ സന്തോഷവാർത്ത ഹൃദയപൂർവ്വം സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഭഗവാന്റെ സന്നിധിയിൽ നേരിട്ടെത്താനായി ഇപ്പോൾ തന്നെ പൂർണ്ണ വിശ്വാസത്തോടെ കമന്റ് ബോക്സിൽ എന്തെങ്കിലും കമന്റ് ചെയ്യാനും മറക്കരുത്. ഭഗവാന്റെ അനുഗ്രഹം എന്നും കൂടെയുണ്ടാകാൻ നിങ്ങളുടെയും നിങ്ങളുടെ മക്കളുടെയും പേരും നാളും കമന്റ് ചെയ്യുക. ഈ നിമിഷം മുതൽ നിങ്ങളുടെ സങ്കടങ്ങൾ നമ്മുടേതാണ്. നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരുമിച്ച് ആ ഉണ്ണിക്കണ്ണനോട് പ്രാർത്ഥിക്കാം. ഈ പുണ്യം മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ, സങ്കടപ്പെടുന്ന മറ്റു അമ്മമാർക്കും ഇതൊരു വലിയ ആശ്വാസമാകാൻ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓം നമോ നാരായണായ.